കൊട്ടാരക്കരയ്ക്കടുത്ത് നെടുവത്തൂര് കിണറ്റ് വീണ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച രണ്ടുപേരും മരണമടഞ്ഞു. വളരെ ദാരുണമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊട്ടാരക്കര നെടുവത്തൂര് ആനക്കൊട്ടൂർ മുണ്ടുപാറയ്ക്കൽ അർച്ചന എന്ന സ്ത്രീയാണ് രാത്രി 12:30 മണിക്ക് അവരുടെ വീടിൻ്റെ ചേർന്നുള്ള കിണറ്റിലെടുത്ത് ചാടിയത്. അവർക്ക് 33 വയസ്സുണ്ട്, 3 കുട്ടികളുണ്ട്. ഇപ്പോൾ ലിവിങ് ടൂതറാണ്. ഇവരുടെ കൂടെ ഒരു 24 വയസ്സുകാരൻ കൊടുങ്ങല്ലൂരുള്ള ശിവകൃഷ്ണൻ എന്നൊരു പയ്യനാണ് കൂടെ. 2 മാസമായിട്ട് ഒന്നിച്ചാണ് താമസം. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് താമസിക്കുകയാണ്. ശിവകൃഷ്ണൻ നല്ല മദ്യപാനിയാണ്. 24 വയസ്സേ ഉള്ളൂ. അയാൾ 33 വയസ്സുകാരിയും 3 കുട്ടികളുടെ അമ്മയുമായ സ്ത്രീയുടെ ഒപ്പമാണ് താമസിക്കുന്നത്. മദ്യപിച്ച് എല്ലാ ദിവസവും വരും, പ്രശ്നം ഉണ്ടാക്കും. അവർ ആയിട്ട് വഴക്കായി. മദ്യമായിട്ട് വരുന്നത് അവർക്കിഷ്ടമല്ല. അവർ മദ്യക്കുപ്പി എടുത്ത് ഒളിച്ചു വെച്ചു. അത് കിട്ടാത്തതുകൊണ്ട് രാത്രി മുഴുവൻ വഴക്കിൻ്റെ അവസാനം ശിവകൃഷ്ണൻ അവരെ ഭീകരമായിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. കുഞ്ഞു കൊച്ചുകൾ 3 ഉണ്ട് കൂടെ. അവർ കിടന്ന് നിലവിളിക്കുന്നു. അതിക്രൂരായി മർദ്ദിക്കുന്നത് ആ കുട്ടികൾ ദർശിച്ചു. അമ്മ അർച്ചന വീടിനോട് ചേർന്നുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടി രാത്രി 12:30 മണിക്ക്. ആ കിണറിന് പടിക്കെട്ടും കല്ലുകെട്ടുമുള്ള കിണറാണ്. ഇത് കണ്ടിട്ട് ലിവിങ് ടൂതറിലെ പാർട്ട്ണർ ശിവകൃഷ്ണൻ ഫയർഫോഴ്സിൽ വിളിച്ചു, പോലീസിനെ വിളിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി. ഫയർമാനെ സോണി എം കുമാർ, 36 വയസ്സുണ്ട്. അദ്ദേഹം ആ കിണറ്റിലേക്ക് ഇറങ്ങി. രാത്രിയിലാണ്. ശിവകൃഷ്ണൻ ഒരു ടോർച്ച് തെളിച്ച് അതിൻ്റെ ആ പടവിനോട് ചേർന്ന് കിണറിൻ്റെ ആ റിങ്ങിനോട് ചേർന്ന് നിന്നു. ഫയർമാൻ സോണി എം കുമാർ കിണറ്റിലിറങ്ങി ഈ സ്ത്രീയെ പൊക്കിയെടുത്തു. പകുതി വരെ പടിക്കെട്ടിലോട്ട് വന്നു. പടിക്കെട്ട് ഇടിഞ്ഞ് അയാളും കെട്ടിലോട്ട് വീണു. വലിയ അപകടം ഉണ്ടായി. ഈ സമയത്ത് അതിൻ്റെ കിണറിൻ്റെ മുകളിലെ ടോർച്ച് തെളിച്ച് താഴോട്ട് ടോർച്ച് തെളിച്ചിരുന്ന ശിവകൃഷ്ണനും അവിടെ കൂടെ ഇടിഞ്ഞ് അയാൾ കിണറ്റിലേക്ക് വീണു. 3 പേരും കിണറ്റിലേക്ക് വീണു. ആഴമുള്ള കിണറാണ്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ ശ്രമഫലമായി, ബാക്കിയുള്ളവരുടെ ശ്രമഫലമായി 1 മണിക്കൂറിനകം അവർ സോണി എസ് കുമാറിനെ പുറത്തെടുത്തു. ജീവനുണ്ടായില്ല, മരിച്ചിരിക്കുന്നു. കിണറ്റിൽ വീണ് കിടക്കുന്ന അർച്ചനെ, അതുപോലെ തന്നെ അവരുടെ ഭർത്താവായി നിൽക്കുന്ന 24 വയസ്സുകാരൻ, അവനും പുറത്തെടുത്തപ്പം 2 മണിക്കൂർ കഴിഞ്ഞു. അവർ 2 പേരും മരണപ്പെട്ടു. 3 പേരുടെയും ബോഡി ഇപ്പം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. ഈ സ്ത്രീ 3 കുട്ടികളുടെ അമ്മയാണ്. 33-34 വയസ്സുണ്ട്. 24 വയസ്സുകാരൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്. അവർ ജോലിക്ക് പോകുന്ന സ്ത്രീയാണ്. നെടുവത്തൂർ ആനക്കൊട്ടൂർ മുണ്ടുപാറയ്ക്കൽ അർച്ചന എന്ന സ്ത്രീയാണ്. അവർ ഹോം നേഴ്സായിട്ട് പല സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. ആ ഒരു വരുമാനമാണ്. അവിടെ ലിവിങ് ടൂതർ പാർട്ട്ണറായിട്ട് കൊടുങ്ങല്ലൂരിനെത്തിയ പയ്യന് ശിവകൃഷ്ണന് 24 വയസ്സേ ഉള്ളൂ. എന്തായാലും ഒരു അവിഹിത മാർഗത്തിൽ കൂടെയുള്ള ഒരു ബന്ധമായിപ്പോയി അത്. 3 കുട്ടികളെ സംരക്ഷണത്തിന് അമ്മയില്ലാതെ പോയി. ആ കുട്ടികൾക്ക് അച്ഛനുണ്ടോ എന്ന് നമുക്കറിയില്ല. അയാൾ പിരിഞ്ഞു പോയതായിരിക്കാനാണ് സാധ്യത. അനാഥരായി 3 കുട്ടികളും. അവിടെ വന്നു ചേർന്ന ലിവിങ് ടൂതർ പാർട്ട്ണർ, അയാൾക്ക് 24 വയസ്സേ ഉള്ളൂ. അയാൾ മരണപ്പെട്ടു. കേരളത്തിലെ ധാരാളം സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെ കുടുംബാന്തരീക്ഷം മുഴുവൻ മാറിമറിക്കപ്പെട്ടു ലിവിങ് ടൂതറോടുകൂടി. മറ്റത് അങ്ങനെയായിരുന്നില്ല. അതിനകത്ത് ചില ഒഫൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുന്നു. ഇപ്പം BNSൽ അങ്ങനെ ഒരു ഒഫൻസ് ഇല്ല. പരസ്പര സമ്മതത്തോടുകൂടി ആർക്ക് വേണേലും, പ്രായപൂർത്തിയായവർക്ക് എവിടെ വേണേലും ഒന്നിച്ച് താമസിക്കാം. അതിൻ്റെ അകത്ത് ഭർത്താവുണ്ടോ മക്കളുണ്ടോ ഒന്നും പ്രശ്നമില്ല. ലിവിങ് ടൂതർ ഏകദേശം നിയമവൽക്കരണം പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. കൺസെൻറ്റ് ഉണ്ടെങ്കിൽ
ഏത് പ്രായത്തിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിച്ച് താമസിക്കാം, അതിന് തടസ്സമില്ല. കുടുംബ ബന്ധങ്ങളൊന്നും അതിന് തടസ്സമില്ല. അങ്ങനെ ഒരു ലോകത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. കേരളത്തിൽ പ്രത്യേകിച്ചും ധാരാളം പേര് ലിവിങ് ടുഗദറിൽ കാണുന്നുണ്ട്. അവർ വളരെ അധികം ആൾക്കാർ ഇങ്ങനെ പോയിട്ട് പലരും കൊല്ലപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെ കാസർഗോഡ് ട്രിവാൻഡ്രം വരെ നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ രീതിയിൽ ലിവിങ് ടുഗദർ ഉണ്ടെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ കാസർഗോഡ് തിരുവനന്തപുരത്ത് വരെ ഉള്ള പല ആൾക്കാരും ഈ രീതിയിൽ ഇപ്പോഴും ജീവിക്കുകയാണ്. അതിൻ്റെ അവസാനം തീർച്ചയായിട്ടും ഒരു ട്രാജഡിയിലിട്ടാണ് ചെന്ന് അവസാനിക്കുന്നത്. അത് മനസ്സിലാക്കി വേണം എല്ലാവരും പ്രവർത്തിക്കാൻ. കണ്ണൂരും കാസർഗോഡും പാലക്കാടും ഒക്കെ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമ്മൾ കണ്ടു. പാലക്കാട്ട് ചില ഒരു സംഭവം നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ലിവിങ് ടുഗദർ ഒരു ലേഡി അവരുടെ കൂടെ ഭാര്യയും മക്കളും ഉള്ള ഒരാൾ രഹസ്യമായിട്ട് വന്നുകൊണ്ടിരുന്നു. പാലക്കാട്ട് ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലായിരുന്നു താമസിച്ച്. അവസാനം അയാൾ രഹസ്യമായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കണ്ടുപിടിച്ചു. അത് വലിയ ട്രാജഡിയായി. അത് അവസാനം ഒരു കൊലപാതകത്തിലേക്ക് വന്നത് നമ്മൾ കണ്ടു. ഇതുപോലെ ഞാൻ ഒരു ടിപ്പിക്കൽ കേസ് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ധാരാളം കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ലിവിങ് ടുഗദർ അതുപോലെ തന്നെ കൊല്ലത്ത് തന്നെ മറ്റൊരാൾ, ഒരു മ്യൂസിക്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ലേഡി, അവിടെ പാലക്കാട്ടുകാരനൊരു മ്യൂസിക്കുകാരൻ അവരെ ഒന്ന് അവിചാരിതമായിട്ട് പരിചയപ്പെട്ടു. അയാൾ സംഗീതം മ്യൂസിക് അധ്യാപകനാണ്. അയാളുമായിട്ട് നിയമവിരുദ്ധമായ ബന്ധങ്ങൾ സ്ഥാപിച്ചു. അയാളുടെ പാലക്കാട്ട് വസതിയിൽ രഹസ്യമായി ഇവർ കൊല്ലത്തുനിന്ന് പോയി. അവരെ അയാൾ പിന്നീട് കൊന്നുകളഞ്ഞു. 10-20 ദിവസം കഴിഞ്ഞപ്പം അയാൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ആ ചെറിയ കുട്ടി വനത്തിനകത്ത് അവരെ കൊന്ന് ചെളി താഴ്ത്തിയ സംഭവം നമുക്കറിയാം. ധാരാളം സംഭവങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ലിവിങ് ടുഗദറിൻ്റെ അവസാനം അതൊരു ട്രാജഡി ചെന്ന് അവസാനിക്കുന്നതാണ് കാണുന്നത്. രണ്ടു കൂട്ടരുടെയും കുടുംബങ്ങൾ നശിക്കും. രണ്ടു കൂട്ടർക്ക് ചിലപ്പം മക്കളുണ്ടാവും. അവരുടെയൊക്കെ ഭാവി അതെല്ലാം അധോഗതിയിലേക്ക് പോകും. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ശാശ്വതമല്ല. അത് കൊലപാതകത്തിലേക്കും മറ്റു ചില ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് മാറിപ്പോകും. ഇന്ത്യയുടെ പശ്ചാത്തലം നമ്മൾ നോക്കണം. നമ്മുടെ അന്തരീക്ഷം, ലോകം മുഴുവൻ ഇന്ത്യയെ നോക്കുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കുടുംബ അന്തരീക്ഷമാണ്. ഭൂരിപക്ഷം കുടുംബങ്ങളിൽ അപ്പനും അമ്മയും ഉണ്ടാവും, പ്രായമായവരെ മക്കളും അല്ലെങ്കിൽ കൊച്ചുമക്കളും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. ഇന്നും അതൊക്കെ തന്നെ 90% ആൾക്കാരും ഇന്ത്യയിൽ ഇന്നും കുടുംബജീവിതം നയിച്ചു പോകുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടുള്ള അടുപ്പവും അവിടെ സഞ്ചരിച്ച് വന്നവരെല്ലാം പല രീതിയിലും വഴിവിട്ടു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ട്രാജഡിയിലിട്ട് ചെന്ന് അവസാനിക്കുന്നതായിട്ട് കണ്ട് ഇപ്പം കൊല്ലത്ത് ഉണ്ടായ ഈ നെടുവത്തൂരുണ്ടായ അവർ 34 വയസ്സുള്ള സ്ത്രീയാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. അവരാണ് 24-കാരനുമായിട്ട് ഒന്നിച്ച് കഴിയുന്നത്. അതിനൊന്നും ഒരു മടിയും മാർക്കില്ല. യഥേഷ്ടം അവർക്ക് സെക്ഷുവൽ ലൈഫിലേക്ക് അവർ സഞ്ചരിക്കുന്നു എന്നാണ് ഇത് മനസ്സിലാകുന്നത്. അല്ലാതെ അവരുടെ വരുമാനത്തിലാണ് ആ 24 വയസ്സുകാരൻ ജീവിക്കുന്നത്. നല്ല മദ്യപാനിയാണ്. ഏതായാലും വളരെയധികം വേദന ഉളവാക്കുന്നതാണ് ആ സംഭവങ്ങളൊക്കെ. അവിടുത്തെ ഫയർഫോഴ്സിലുള്ള ഒരു ഡ്യൂട്ടി ബൗണ്ട് ആയ സോണിയുടെ ജീവൻ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ജീവനും കളയേണ്ടി വന്നു എന്നുള്ള സങ്കടകരമായ വാർത്ത ഇതിൻ്റെ പിന്നിലുള്ളൂ. മറ്റ് 2 പേരും തമ്മിലുള്ള ചേർച്ചയില്ലാത്ത കുടുംബജീവിതവും മദ്യപാനവും അതുപോലെ ആ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്ന 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സോണിയും എസ് കുമാർ ആ കിണറ്റിലെടുത്ത് ചാടി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. അത് വലിയ ട്രാജഡിയിലേക്ക് പോയി. അത് സോണിയുടെ കുടുംബത്തിന് വലിയ തീരാനഷ്ടവും ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് തീർച്ചയായിട്ടും വളരെ തീരാനഷ്ടവും തന്നെയാണ്. അത്ര ആത്മാർത്ഥത ഉള്ള, അത്ര ധൈര്യമുള്ള, അവരെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങുന്ന ധാരാളം പേര് ഫയർഫോഴ്സിലുണ്ട്. അങ്ങനെ വിലപ്പെട്ട ഒരാളുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ നഷ്ടമാണത്. ഏതായാലും സോണിയുടെ കുടുംബത്തിനോട് നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.